നമസ്കാരം. എമിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ 66ാം റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശ്രീനാരായണപുരം മാലയിൽ ഗൃഹനാഥൻ ഭാര്യയെയും ബന്ധുവായ യുവാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് DYFI കൊടുങ്ങല്ലൂരിൽ ഭിക്ഷാടന യാത്ര നടത്തി. വാർത്തകൾ വിശദമായി. രാജ്യത്തിൻ്റെ 66ാം റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ പ്രസിഡന്റ് അനിത ബാബു പതാക ഉയർത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, PA മുഹമ്മദ് അലി, KK വാസുദേവൻ, PA മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിൽ പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗങ്ങളായ മൃദുല ഗിരീഷ്, പെരിഞ്ഞനം വില്ലേജ് ഓഫീസർ രാമചന്ദ്രൻ, KN അജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനിൽ അഡീഷണൽ SI ജഗൽ ചന്ദ്രമോഹൻ പതാക ഉയർത്തി. പെരിഞ്ഞനം മഹാത്മാ ഹിന്ദി വിദ്യാലയത്തിൽ പ്രിൻസിപ്പൽ MS സുമ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ദേശഭക്തിഗാന മത്സരം പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. ഉറങ്ങാൻ കഴിയാത്ത രാത്രികളാണ്. കാരണം കുറെ വർഷക്കാലം മറ്റൊരു രാജ്യത്തിന്റെ അടിമയായി തന്നെ ജീവിച്ച ഒരു രാജ്യം സ്വതന്ത്രമായിട്ടൊരു ഭരണഘടന എഴുതി തയ്യാറാക്കി അതിന്റെ ഒരു കീഴിൽ വരിക എന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വികാരകരമായൊരു ദിവസം തന്നെയാണ്. അത് എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ഇന്നത്തെ 66 വർഷേ നമ്മളെ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ളൂ. 66 വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യ റിപ്പബ്ലിക് അന്നുള്ള പല ആളുകളും, വളരെയധികം ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാല് ശരിക്കും കടലാസുകളിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് വളരെ വിഷമം തോന്നിയ കാര്യം, നമുക്കറിയാം വിദ്യാലയങ്ങളിലും മറ്റും ഈ പരിപാടി ആഗസ്റ്റ് 15 ആയാലും റിപ്പബ്ലിക് ദിനാഘോഷമൊക്കെ നടത്തുമ്പോൾ വളരെ ചുരുങ്ങിയ കുട്ടികളാണ് അതിൽ പങ്കെടുക്കുക. വന്ദേ മാതരം, 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 വന്ദേ മാതരം. പഞ്ചായത്ത് അംഗം മൃദുല ഗിരീഷ്, NK അബ്ദുൽ നാസർ, MU ഉബൈദുള്ള, ഫർഹാന നാസർ എന്നിവർ സംസാരിച്ചു. ചക്രപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതനിൽ സ്കൂൾ രക്ഷാധികാരി ER കാർത്തികേയൻ മാസ്റ്റർ ധ്വജാരോഹണം നടത്തി. കേരള സിലബസിൽ പഠിക്കുന്നവർ ഇവിടുത്തെ അധ്യാപകർ തന്നെയാണ് ആ പരീക്ഷ വേഗത്തിൽ നടത്തുന്നത്, ഫലം നിർണ്ണയിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം SSLC പരീക്ഷ എഴുതുന്നവരുടെ ഫലം നിർണ്ണയിക്കുന്നത് ഐഡന്റിറ്റി അടിസ്ഥാനത്തിലുള്ള അത് ഐഡന്റിറ്റി അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷാ സമ്പ്രദായമായതുകൊണ്ട് അതിന് ഫലം നിർണ്ണയിക്കുമ്പോൾ പ്രധാന അധ്യാപിക A ധന്യ, VR ജയപ്രകാശ്, ശങ്കരനാരായണൻ, KG അർജുൻ, ദൃശ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് റിപ്പബ്ലിക് ദിന റാലിയും നടന്നു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മണ്ഡലം പ്രസിഡന്റ് KS പങ്കജാക്ഷൻ പതാക ഉയർത്തി. CC ബാബുരാജ്, KM സുകുമാരൻ മാസ്റ്റർ, നസീർ പുഴങ്ങിരയിലത്ത്, PA മുഹമ്മദ്, K മോഹൻദാസ്, CP ഉല്ലാസ്, KK കുട്ടൻ, ഗീത മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനം RMVHSൽ പ്രധാന അധ്യാപകൻ KR രാമനാഥൻ പതാക ഉയർത്തി. പ്രിൻസിപ്പൽ R അനിൽകുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് PR ജയബാലൻ, ES മിനി എന്നിവർ സംസാരിച്ചു. അതേസമയം ഇനിയും ഒരുപാട് മേഖലകളിൽ നമ്മുടെ രാജ്യം മറ്റു പല ലോകരാഷ്ട്രങ്ങളുടെയും ഒപ്പമെത്തുന്നതിന് വേണ്ടി മുന്നേറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വിവിധ ചിത്രശക്തികളിൽ നിന്നുള്ള വെല്ലുവിളി നേരിട്ട് വന്നിരിക്കുകയാണ്. ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്, ആവശ്യമാണ്. വിദ്യാർത്ഥികളെന്ന നിലയിൽ ഭാവി ഭാരതം കെട്ടിപ്പടുക്കാൻ ചുമതലയുള്ള നിങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഐക്യവും അഖണ്ഡത
നിർവഹിക്കുന്നു. നാട്ടിക ബീച്ച് ഫെസ്റ്റിൽ ലീഡർ കെ കരുണാകരൻ ജനകീയ ലീഡർ പുരസ്കാരം VM സുധീരനെ സമ്മാനിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ഗീതാ ഗോപി MLA തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീ അനിൽ പുളിക്കൻ ഇത് പറഞ്ഞപ്പോൾ ഞാനത് സന്തോഷത്തോടെ സമ്മതിക്കുകയായിരുന്നു. ഒന്ന്, ഈ മണ്ണ് നാട്ടിക എൻ്റെയൊക്കെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് അതിന് എന്നും പ്രോത്സാഹനം നൽകിയ മണ്ണാണ്. രണ്ട്, ശ്രീ കെ കരുണാകരൻ്റെ പേരിലുള്ള പുരസ്കാരമാണ്. കേരളത്തിൽ ശക്തമായ നേതൃത്വം നൽകി നമ്മുടെ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിച്ച, ഇന്ത്യയിൽ പൊതു പങ്കാളിത്തത്തോടുകൂടിയ വികസനം എന്ന സങ്കല്പം ആരുടെ മനസ്സിലും തോന്നാതിരുന്നൊരു കാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെ ഒരു മാതൃകാപരമായ വികസന പദ്ധതി അതിന് രൂപം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ കെ കരുണാകരൻ ദീർഘവീക്ഷണത്തോടെ നാടിൻ്റെ പുരോഗതിയെ, നന്മയെ മുൻകൂട്ടി കണ്ട ഭരണാധികാരി. ശ്രീനാരായണപുരം ആലയിൽ ഗൃഹനാഥൻ ഭാര്യയെയും ബന്ധുവായ യുവാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആല അറയ്ക്കൽ കൈലാസ്നാഥൻ്റെ ഭാര്യ സന്ധ്യ, ബന്ധു മേത്തല അഞ്ചപ്പാലം മുറിയിൽ പ്രകാശൻ മകൻ പ്രശാന്ത് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇവരെ ആക്രമിച്ച കൈലാസ്നാഥൻ മതിലകം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കൈലാസ്നാഥൻ്റെ വീട്ടിലായിരുന്നു സംഭവം. തന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രശാന്ത് പറഞ്ഞു. പ്രശാന്തിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സന്ധ്യയ്ക്ക് വെട്ടേറ്റത്. ഇരുവർക്കും ശരീരത്തിൽ പല ഭാഗങ്ങളിൽ മുറിവേറ്റിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ CDS ചെയർപേഴ്സൺമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. കയ്പമംഗലം പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർപേഴ്സൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിന് പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളാണ് വേദിയായത്. ചെയർപേഴ്സൺ LC വിൻസെന്റിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട LC വിൻസെന്റ് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും സർക്കാർ അംഗീകൃത കുടുംബശ്രീ നിയമാവലി അനുസരിച്ച് എല്ലാ അയൽക്കൂട്ടങ്ങളുടെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അലി, വൈസ് ചെയർപേഴ്സൺ മിനിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഗീത, പഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേന്ദ്രൻ, മണി ഉല്ലാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ ലത ശിവരാമനെ പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ലതാ ശിവരാമൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും സർക്കാർ അംഗീകൃത കുടുംബശ്രീ നിയമാവലി അനുസരിച്ച് എല്ലാ അയൽക്കൂട്ടാംഗങ്ങളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ജീവനോപാധി മാർഗങ്ങൾക്കും വേണ്ടി ഭയാശങ്ക കൂടാതെയും വിവേചനമോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഞാൻ യഥാവിധിയും ഉത്തമ വിശ്വാസത്തോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ TP രഘുനാഥ്, വിനീത മോഹൻദാസ്, സിന്ധു അജയ് ഘോഷ്,
പ്രീതി ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം മുമ്പ് വീട്ടിൽ വിശ്വനാഥപുരം ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ക്ഷേത്രോത്സവമാണ് ഞായറാഴ്ച സമാപിച്ചത്. ഞായറാഴ്ച രാവിലെ ഉഷപൂജ, അഭിഷേകം, കാഴ്ചശീവേലി, ആനപ്പറ, ഉച്ചപൂജ, വിത്തളവ്, ഉത്സവം, എഴുന്നള്ളിപ്പ്, ദീപാരാധന, പന്തീരാഴി, അത്താഴപൂജ, തായമ്പക, ഗുരുതിതർപ്പണം, മംഗളപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ശ്രീനിവാസൻ, ക്ഷേത്രം ശാന്തി ഷിജിൻ അണക്കത്തിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പരിപാടികൾക്ക് MK സുകുമാരൻ, MR രവീന്ദ്രൻ, MK മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് DYFI കൊടുങ്ങല്ലൂരിൽ ഭിക്ഷാടന യാത്ര നടത്തി. യാത്രയിലൂടെ സമാഹരിച്ച 196 രൂപ KM മാണിക്ക് മണി ഓർഡറായി അയച്ചു കൊടുക്കും. DYFI ബ്ലോക്ക് സെക്രട്ടറി KV രാജേഷ്, പ്രസിഡന്റ് EA നവാസ്, ബിബിൻ P ദാസ്, PH നിയാസ്, സുവിൻ തുടങ്ങിയവർ ഭിക്ഷാടന യാത്രയ്ക്ക് നേതൃത്വം നൽകി. കോരിക്കുഴി ആശുപത്രി കവാടത്തിൽ DYFIയുടെ നേതൃത്വത്തിൽ 36 മണിക്കൂർ നിരാഹാര സമരം ആരംഭിച്ചു. കോരിക്കുഴി ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. DYFI കയ്പമംഗലം പഞ്ചായത്ത് നേതാക്കളായ PA ഷജീർ, PS മോഹൻദാസ്, PS മുഹമ്മദ് ഷഫീർ, AV ബിജു എന്നിവരാണ് നിരാഹാരം കിടക്കുന്നത്. നിരാഹാര സമരം DYFI ജില്ലാ സെക്രട്ടറി C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ഹോസ്പിറ്റൽ പണി തീർത്തിട്ടിരിക്കുകയാണ്. ബഹുമാനായ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കേരളത്തിൽ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ MLA ആയി. അദ്ദേഹമാണ് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ സംഘടിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ സന്ദർശിച്ചപ്പോൾ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ പണിതിട്ടിട്ടുണ്ട്. നമ്മുടെ ബഹുമാനനായ S ശർമ്മ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തീരദേശ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ കാലത്ത് ഏതാണ്ട് 50 ലക്ഷം, അന്നത്തെ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് 1.5 കോടി രൂപയാണ് ചെലവഴിച്ച് ഹോസ്പിറ്റലിൻ്റെ നല്ലൊരു കെട്ടിടം, ഇവിടെ പ്രാഥമികമായ ആവശ്യങ്ങളെല്ലാം ഒരുക്കാൻ കഴിയുന്ന ഒരു കെട്ടിടം ഇവിടെ പണിതിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ പ്രേതാലയം പോലെ മാറാല പിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണുള്ളത്. ആകെ ഒരു ഡോക്ടറാണ് ഇവിടെ ഉള്ളതെന്നാണ്. MC ശശിധരൻ, KR രാജേഷ്, MC ശശിധരൻ, KR രാജേഷ്, AR ഗാൻ ജൂലിയറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിലവാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നറ ജ്വല്ലേഴ്സ് 3 പിടി. സ്വർണ്ണം ഗ്രാമിന് 2640 രൂപ, പവന് 21,120 രൂപ. ജില്ലയിലെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിൻ്റെ 66ാം റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശ്രീനാരായണപുരം മാലയിൽ ഗൃഹനാഥൻ ഭാര്യയെയും ബന്ധുവായ യുവാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് DYFI കൊടുങ്ങല്ലൂരിൽ ഭിക്ഷാടന യാത്ര നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.